ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിലരൊക്കെ പറയുന്നില്ലേ, ചില ആൾക്കാരെ കുറിച്ച് തീരെ പക്വത ഇല്ലാത്തൊരു സ്വഭാവമാണ് കാണിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കൊന്നും അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും ചെക്ക് ചെയ്യാം. അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒട്ടും ലേറ്റാക്കേണ്ട വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് ഇങ്ങനെ ഈ മെച്യൂരിറ്റി ഇല്ല എന്ന് പറയുന്നവരുടെ ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് വരുന്നത് അവർ മറ്റുള്ളവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് ആവുന്നതെല്ലാം അവർ ചെയ്യും. കാരണം ഇതൊരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾക്കാരുടെ ലക്ഷണമായാണ് പൊതുവെ കാണുന്നത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു മെച്യൂരിറ്റി ഇല്ലാത്തവരുടെ ഒരു സ്വഭാവത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പ്രതികാര മനോഭാവം. എന്ന് വെച്ചാൽ വേറെ ആരെങ്കിലും ഇവരിപ്പോൾ എന്തെങ്കിലും ചെയ്തുവോ, അതുപോലെ ഇവരോട് എന്തെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് ഒരിക്കലും ഇവരുടെ മനസ്സിൽ നിന്ന് അത് പോവില്ല. ഇവരുടെ മനസ്സിൽ അതൊരു പ്രതികാരമായിട്ട് ഇങ്ങനെ കിടക്കും. അവരൊരിക്കലും അവരുടെ ലൈഫിൽ സന്തോഷിക്കരുത്, അതേപോലെ അവരോട് അതിനൊരു പ്രതികാരം വീട്ടണം, അങ്ങനത്തെ ഒക്കെ ഒരു ലെവലിലായിരിക്കും ഇവർ ചിന്തിക്കുക. അപ്പോൾ ഇതും മെച്യൂരിറ്റി ഇല്ലാത്തവരുടെ ഒരു ലക്ഷണം തന്നെയായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവരെപ്പോഴും 100% ശരിയാണ് എന്നുള്ളത് ഇവർ കണ്ണടച്ചണ്ട് വിശ്വസിക്കും. അല്ലെങ്കിൽ ഇവർ അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100% ശരിയാണ്, പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു ധാരണ ഒക്കെ ഇവരുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോൾ മറ്റുള്ളവർ ഇതൊക്കെ കണ്ടിട്ട് ഇവരോട് ഇങ്ങനെ പറയും, നീ ചെയ്യുന്നത് ശരിയല്ല, അതുപോലെ നിന്റെ പെരുമാറ്റം ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പുറത്തുള്ളവരത് ഇവരോട് പറയുമ്പോഴും ഇവരത് അംഗീകരിക്കാനായിട്ട് റെഡി ആവുന്നില്ല. അവർ ഫുൾ ആ ഒരു സംഭവത്തിൽ തന്നെ ഉറച്ച് വിശ്വസിക്കും, ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ്, ഞാൻ നല്ലൊരു രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുക. മറ്റുള്ളവർ അത് ചൂണ്ടിക്കാണിച്ചാലും അവരങ്ങനെ തന്നെ വിചാരിക്കുള്ളൂ. പിന്നെ അവർ മറ്റുള്ളവരെ തിരുത്താൻ നോക്കും. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അവർ അത് അംഗീകരിക്കാൻ നോക്കാതെ മറ്റുള്ളവരെ തിരുത്താൻ നോക്കും. അവരുടെ ഭാഗത്താണ് ശരി, നമ്മുടെ ഭാഗത്ത് തന്നെയാണ് ശരി എന്ന് അവരിങ്ങനെ വാദിച്ച് നേടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ചിലപ്പോൾ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത്, പക്ഷെ എന്നാലും അവരതിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ആളുടെ ലക്ഷണം എന്ന് പറയുന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാർ എപ്പോഴും ഒരു സ്വപ്ന ലോകത്തിലായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. അവർ നമ്മളെ ഈ നോർമൽ ലൈഫിലൊന്നും ആവില്ല, എപ്പോഴും ഒരു ഫാൻറ്റസി ലോകത്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്വപ്ന ലോകത്ത് തന്നെയാണ് അവർ ജീവിക്കുന്നുണ്ടാവുക. നേരെ മറിച്ച് അവർക്ക് റിയാലിറ്റിയുമായിട്ടൊരു ബന്ധമില്ല. അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ കുറേ ചിന്തിച്ച് അതിൽ കുറേ സ്വപ്നം കണ്ട് അതിൽ കുറേ പ്ലാൻ ചെയ്ത് അങ്ങനെയായിരിക്കും ഈ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾക്കാർ മുമ്പോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ പ്രശ്നം വരുന്നത് ഇവിടെ ഒന്നല്ല, ഇവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഇവരുടെ ലൈഫിൽ നടന്നില്ല എന്നൊരു പോയിന്റ് വരുമ്പോൾ ഇവർ നല്ല രീതിയിൽ ഡിപ്രഷനിലോട്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവർക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം ഇവർ അത്രത്തോളം സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞു, സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞു, അവരുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്ന് അത് നടക്കാതെ വരുമ്പോൾ ഇവർക്ക് ആ ഒരു സത്യം ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാളുടെ ഒരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് വരുന്നത് ഈ മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരുടെ ഒരു സ്വഭാവത്തിലൊരു കാര്യം ഉണ്ടാവും, അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതുപോലെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവർക്ക് അവരെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ആരോടെങ്കിലും ഒരു ദേഷ്യം ഉണ്ടാവും. ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് അവരോട് തന്നെ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. കാരണം ഇപ്പോൾ ആ ഒരു വ്യക്തിയെ റോഡിലോ അങ്ങനെ പബ്ലിക് സ്ഥലത്ത് വെച്ചായിരിക്കും ഇവർ മീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു വ്യക്തിയോടുള്ളൊരു ദേഷ്യം ഒരു പബ്ലിക്കിൽ വെച്ച് തന്നെ ആയിരിക്കും ചിലപ്പോൾ തീർക്കുന്നുണ്ടാവുക. കാരണം അവർക്ക് പബ്ലിക്കാണ്, അതേപോലെ തന്നെ ആൾക്കാർ കാണുന്നുണ്ട്, ആളുകൾ കണ്ടാൽ ഇത് മോശമാണ് എന്നുള്ള ചിന്തകളൊന്നും അപ്പോൾ അവരുടെ മനസ്സിൽ വരില്ല. അവർക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവില്ല. ഈ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാൾക്കാരുടെ പ്രധാന ലക്ഷണമാണ് കേട്ടോ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ദേഷ്യം വരുന്നൊരു ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ വേറെയുള്ള ആൾക്കാരോടായിരിക്കാം നിങ്ങളുടെ ദേഷ്യമൊക്കെ തീർക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക, അതുപോലെ തന്നെ കൂടുതൽ കുറച്ച് ഇമോഷണൽ ആവുക, വേറെയുള്ള ആളോട് നിങ്ങൾ ഈ ദേഷ്യം തീർക്കുക എന്നുള്ളതൊക്കെ ഈ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ ഒരു പ്രധാന ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം നിങ്ങളുടെ ഒരു ക്യാരക്ടറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്നുള്ളത്.
എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ മെച്യൂരിറ്റി ഇല്ലാത്തവരുടെ ഒരു സ്വഭാവത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് അവർ ഏതിലെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് നല്ല അഡിഷൻ ഉണ്ടാവും. അത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഡ്രഗ്സ് എടുക്കാം, അതുപോലെ തന്നെ ഗെയിംസിലായിരിക്കാം, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലായിരിക്കാം. കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ റിലേഷൻഷിപ്പിൽ അഡിക്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ ഇത് മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു ആൾക്കാരുടെ പ്രധാന ഒരു ലക്ഷണമാണ് കേട്ടോ. ഇപ്പോൾ റിലേഷൻഷിപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവരെപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ച് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ എപ്പോഴും ആ ഒരു വ്യക്തിയെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് എപ്പോഴും ഇങ്ങനെ വിളിച്ച് ഒരു ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ചില ആൾക്കാർ. അപ്പോൾ ഇവരത് സ്നേഹം കൊണ്ടല്ലേ അങ്ങനത്തെ ഒരു ലെവലിലായിരിക്കും വിചാരിക്കുക. പക്ഷെ ബാക്കിയുള്ളവരത് ചിന്തിക്കുക, ഇവരെന്താണ് ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിളിക്കുന്നത്, ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു ക്യാരക്ടറോ ഒരു സംഭവങ്ങളൊന്നുമില്ലേ. അതുപോലെ തന്നെ ഇതൊരു മെച്യൂരിറ്റി ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. നമ്മളിപ്പോൾ കോൾ ചെയ്തു, ഒരു വ്യക്തി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, എന്തെങ്കിലും തിരക്കിലാവുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഈ മെച്യൂരിറ്റി ഇല്ലാത്തവർ നമ്മൾ ചിന്തിക്കുക, അവർ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കോൾ എടുക്കാത്തത്, നമ്മളോട് ഇഷ്ടം ഇല്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ അവർ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് മെച്യൂരിറ്റി ഇല്ലാത്തവരുടെ ഒരു പ്രധാന ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പറഞ്ഞ പോയിന്റിൽ ഇതിലേതെങ്കിലും ഒരു പോയിന്റുമായി നിങ്ങളുടെ ഒരു സ്വഭാവത്തിന് ഒരു ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഈ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് തീരെ മെച്യൂരിറ്റി ഇല്ല, തീരെ പക്വത ആയിട്ടില്ല എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതൊന്ന് കറക്റ്റ് ചെയ്താൽ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു മെച്യൂരിറ്റി ഒക്കെ ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.